ഹലോ ഗൈസ്, സ്റ്റഡി ലീവ് തുടങ്ങി. അതിൻ്റെ പ്രിപ്പറേഷനാണ് ഈ ഇടയായിട്ട്. സെക്കൻഡ് സെം കയറി ജോലി അടിച്ച് നടന്നിട്ട് ഇപ്പം പെട്ടെന്ന് പഠിത്തത്തിൻ്റെ ട്രാക്കിലേക്ക് വരിക എന്ന് പറയുമ്പം കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതും പറഞ്ഞ് വിളിച്ചിരുന്ന തോറ്റു എന്നറിയാവുന്നതുകൊണ്ട് ഞാനങ്ങ് പഠിക്കാൻ തുടങ്ങി. കുറച്ചൊരു ഈയിടെയായിട്ട് ബ്രേക്ക് വന്നുകൊണ്ട് തന്നെ ബുക്കൊക്കെ ഒന്ന് തപ്പിക്കണ്ടുപിടിച്ച് എടുക്കാൻ കുറച്ചൊരു പാടായിരുന്നു. എന്തായാലും ഈ വിജിലിമ്പിച്ച ബുക്കൊക്കെ പഠിച്ചു തീർക്കണം. അങ്ങനെ കുറച്ച് നേരം ബാഗ് പിടിച്ച് എക്സ്പ്രഷൻ ഇട്ട് മതിയായപ്പം മുടിയെല്ലാം ഒതുക്കി വെച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. ആദ്യം തന്നെ ഫ്രഷ് ആയിട്ട് നേഴ്സിംഗ് ഫൗണ്ടേഷൻ ഓൾമോസ്റ്റ് 30 ചാപ്റ്റർ ഉണ്ട് പഠിക്കാനായിട്ട്. ഇതാണ് സ്റ്റേജ് 1, കൺഫ്യൂഷൻ. എവിടുന്ന് തുടങ്ങും എന്നുള്ളതാണല്ലോ സ്വാഭാവികമായിട്ടും ആദ്യം നമ്മൾ ചിന്തിക്കുക. അങ്ങനെ അതൊക്കെ തീർപ്പാക്കി വെള്ളം കുടിച്ച് ആരംഭം വിട്ട് അങ്ങ് തുടങ്ങി. പിന്നെയാണല്ലോ ഈ പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് ഓർത്തത്. അങ്ങനെ പ്രാർത്ഥിച്ച് പഠിച്ചു തുടങ്ങി. ഇതാണ് സെക്കൻഡ് സ്റ്റേജ്, റിയലൈസേഷൻ. ഇത്രക്കാലം പഠിക്കാനുണ്ടായിട്ടാണ് അടി ഇത്തും പൂട്ടി വെച്ചിരുന്നെന്നുള്ളൊരു റിയലൈസേഷൻ. സ്റ്റേജ് 3, ഡിനയൽ. ഇനി എന്നെ രക്ഷിക്കാൻ തമ്പുരാന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള നിസ്സഹായ അവസ്ഥ. സ്റ്റേജ് 4, മോട്ടിവേഷൻ. യെസ്, പറ്റും, എനിക്കല്ലാതെ ആരെക്കൊണ്ട്. ദ ഫൈനൽ സ്റ്റേജ് 5, അനാമിക. എനിക്ക് പഠിക്കാൻ മോട്ടിവേഷൻ ഇല്ലാത്തപ്പം ഞാൻ ഇവളെ അടുത്തോട്ട് പോകും. ഇവളും വായും പൊളിച്ചിരിക്കുവാന്ന് കണ്ടാൽ പാവല്ലേ, ഞാനങ്ങ് കൂടെ കൂട്ടും. പിന്നെ ഒരുമിച്ചാണ് ഞങ്ങളുടെ പഠിത്തമൊക്കെ. ഇത് പിന്നെ അടുത്ത വീഡിയോ ആണെന്ന് മനസ്സിലാവില്ലല്ലോ അല്ലേ. എന്താണേലും ഇത്രയൊക്കെയാണ് എൻ്റെ എക്സാം പ്രിപ്പറേഷൻസ്. ബൈ.